Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ IT സെക്ടറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്തിന് കാരണമാക്കിയുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ട് ഇന്ത്യൻ ടെക് കമ്പനികളുടെ യൂണിക് സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മുന്നോട്ടേക്കുള്ള ആ ഒരു ജേർണി നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. സോ ഇതിലെ സെക്കൻഡ് സ്റ്റോക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഹാൻഡ്സും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. So let's begin today's video. ഇന്ത്യൻ IT ഇൻഡസ്ട്രി ഒരുപാട് മുന്നോട്ടേക്ക് സഞ്ചരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ IT മാർക്കറ്റിൽ ഒരു മേജർ പ്ലെയർ ആയിട്ട് അവരവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ സെപ്റ്റംബർ 2022 തൊട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്ത് 80ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവോ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ $ഡോളറിന് എഗ്നസ്റ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന്? അത് എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ IT സർവീസ് ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 IT ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് സെക്ടർ ഇന്ത്യയുടെ GDPയിലേക്ക് 7.4% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എക്സ്പോർട്ടേഴ്സ് അതുപോലെ തന്നെ IT കമ്പനികൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത്ര അധികം ബെനിഫിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സിനാരിയോ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇപ്പം TCS സിറ്റി ബാങ്ക് ആയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണ് $100,000. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ TCS എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റവന്യൂ ഫൈനാൻഷ്യൽസ് ഒക്കെ INR-ലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം USDക്ക് എഗ്നസ്റ്റ് INR-ന്റെ വാല്യൂ 80 രൂപയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ TCSന് 80 ലക്ഷം രൂപ കിട്ടും. പക്ഷേ ഇപ്പോൾ USDക്ക് എഗ്നസ്റ്റ് INR-ന്റെ വാല്യൂ 82 രൂപയാണെങ്കിൽ TCSന് 82 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത്. അതായത് ഒരു എക്സ്ട്രാ എഫോർട്ട് ഒന്നും ഇടാതെ ഒരു 2.5% കൂടുതൽ കിട്ടും. 2023 ഇന്ത്യൻ IT ഇൻഡസ്ട്രിയും വളരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നാസ്കോം പ്രകാരം 2023 $245 ബില്യൺ എത്തും. അതുപോലെ തന്നെ 2025 ആകുമ്പോഴേക്കും $500 ബില്യൺ എത്തും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 2023 ഇന്ത്യൻ IT ഇൻഡസ്ട്രിയെ ഷേപ്പ് ചെയ്യാൻ പോകുന്ന രണ്ട് മെയിൻ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ എമർജിംഗ് ടെക്നോളജി അഡോപ്ഷൻ ആണ്. ലൈക്ക് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ഒക്കെ. അപ്പോൾ ഈ ഒരു ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ്സിന് IT ബേസ്ഡ് സർവീസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ മെച്ചപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ 2023 സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഒക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലേ അവർക്ക് സൈബർ അറ്റാക്കുകളിൽ നിന്ന് ക്ലയന്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ലേറ്റസ്റ്റ് മാർച്ച് 2023 ക്വാർട്ടർ ഒഴികെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ IT കമ്പനികളുടെ റവന്യൂ തുടർച്ചയായിട്ട് 6-8 ക്വാർട്ടറിൽ കൂടിയിട്ടുണ്ട്. എന്നാലും മേജർ IT കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ത്യൻ IT ഇൻഡെക്സ് നിഫ്റ്റി IT 5.03% നഷ്ടമായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ റവന്യൂ ഫേവറബിൾ ആയിട്ട് മുന്നോട്ടേക്ക് പോയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് IT കമ്പനികൾ ഇടിഞ്ഞതെന്ന് അല്ലേ? അപ്പോൾ യൂറോപ്യൻ US ഇക്കോണമീസ് ഇന്ത്യൻ IT കമ്പനികളെ പ്രതികൂലമായിട്ട് ബാധിച്ചു. കാരണം IT കയറ്റുമതിയുടെ ഭൂരിഭാഗം യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലയന്റുകൾ കോൺട്രാക്റ്റിന് പണം നൽകുമോ, കോൺട്രാക്റ്റുകൾ അവർ പുതുക്കുമോ, അതുപോലെ തന്നെ അവർ ഒപ്പിട്ട കോൺട്രാക്റ്റിൽ നിന്ന് അവർ പിന്മാറുമോ, ഇതൊക്കെ പ്രശ്നമായിട്ട് നിലനിൽക്കുവാണ്. പിന്നെ US റിസഷൻ്റെ ഭയം കാരണം IT കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ക്ലയന്റുകൾ IT ചെലവുകളൊക്കെ കുറച്ചേക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഈ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് IT കമ്പനികളുടെ ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റ് ആയിട്ടുമുണ്ട്. സോ മാക്രോ സ്ട്രെസ് കഴിഞ്ഞു. ലൈക്ക് ഇപ്പം യൂറോപ്യൻ ഇക്കോണമിയിലെ ഇംപ്രൂവ്മെന്റ് ഒക്കെ പോസിറ്റീവാണ്. അതുപോലെ IT സർവീസ് എക്സ്പോർട്ട് ഒക്കെ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ ഓർഡറുകളൊക്കെ വരുമ്പോൾ വലിയ IT കമ്പനികളായ TCS, ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര, അതുപോലെ എംഫോസിസിന്റെ ഒക്കെ വളർച്ചയ്ക്ക് കാരണമായേക്കാം. ഇപ്പോൾ അട്രീഷൻ റേറ്റ് ഷാർപ്പായിട്ട് കുറഞ്ഞത്, കുറഞ്ഞ റീപ്ലേസ്മെന്റ് കോസ്റ്റ്, അതുപോലെ തന്നെ ബില്ലിംഗ് എഫിഷ്യൻസി കൂടിയതും വലിയ IT കമ്പനികളുടെ മാർജിൻ എക്സ്പാൻഷന് കാരണമായേക്കാം. ഇനി നമുക്ക് ഇന്നത്തെ IT സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രോ മലയാളത്തിൽ വലിയ IT കമ്പനികളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി TCS, ഇൻഫോസിസ്, HCL, അതുപോലെ വിപ്രോയുടെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോക്കുകൾ കവർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 30,000 മുതൽ 1 ലക്ഷം കോടി രൂപയുടെ ഇടയ്ക്ക് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളാണ് എടുത്തേക്കുന്നത്. മാത്രമല്ല കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ചീപ്പർ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇന്ത്യൻ IT കമ്പനിയുടെ ലോങ് ടേം ഇൻഡസ്ട്രി പി വരുന്നത് 22-ന്റെയും 25-ന്റെയും ഇടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തേക്കുന്നത് 22-ന്റെ താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്ന ഫിഗേഴ്സ് എല്ലാം വരുന്ന മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 16 May 2023 ആണ്. ഇനി നമ്മൾ അധികം ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികളെന്ന് നമുക്ക് വേഗം നോക്കാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി മഹേന്ദ്ര ഗ്രൂപ്പിന്റെ പാർട്ടാണ്. 1945 ഈ ഒരു കമ്പനി തുടങ്ങിയത്. കൂടാതെ 100-ലധികം രാജ്യങ്ങളിൽ 2,60,000 ജീവനക്കാരുള്ള കമ്പനിയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ലാർജസ്റ്റ് അതുപോലെ മോസ്റ്റ് അഡ്മയർഡ് മൾട്ടിനാഷണൽ ഫെഡറേഷനുകളിൽ ഒന്നാണ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമ്മൾ ടെക് മഹേന്ദ്ര ലിമിറ്റഡിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്
മഹേന്ദ്ര ഇന്നോവേറ്റീവ് അതുപോലെ കസ്റ്റമർ സെൻട്രിക് ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ടെലികോം ഇൻഡസ്ട്രിയിലേക്കാണ് ഹയസ്റ്റ് എക്സ്പോഷർ ഉള്ളത്. അപ്പോൾ അവരുടെ റവന്യൂയിലേക്ക് 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടെലികോം കൂടാതെ കമ്പനിക്ക് BFSI, മാനുഫാക്ചറിങ് അതുപോലെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലേക്കും കൂടി അവർ കാറ്റർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മാക്രോ ഇക്കണോമിക് ഇഷ്യൂസ് ലൈക്ക് ഇപ്പോൾ US ബാങ്കിങ് ക്രൈസിസ്, റഷ്യ-ഉക്രൈൻ യുദ്ധമൊക്കെ ടെക് മഹേന്ദ്രയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഷോർട്ട് ടേമിൽ. പക്ഷേ 5G, ക്ലൗഡ്, എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിലിറ്റി അതുപോലെ തന്നെ ഇൻഡസ്ട്രി 4.0 കാരണം കമ്പനിയുടെ മീഡിയം ടേം പ്രോസ്പെക്ടേഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ മാനേജ്മെന്റ് കോൺഫിഡന്റ് ആണ്. അതായത് അവർ വലിയ ഡീലുകൾ, ക്ലയൻസ് അതുപോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് വഴി അവരുടെ റവന്യൂ അതുപോലെ തന്നെ മാർജിൻ കൂട്ടാമെന്നതിൽ. അപ്പം ടെക് മഹേന്ദ്രയ്ക്ക് BFSI സെഗ്മെന്റിൽ കുറവ് എക്സ്പോഷറേ ഉള്ളൂ. അപ്പോൾ യൂറോപ്പ് അതുപോലെ US ബാധിച്ച റീജിയണൽ ബാങ്ക്സ് ആയിട്ട് യാതൊരു എക്സ്പോഷറും ഇല്ല. പുതിയ CEO മോഹിത് ജോഷിയുടെ അപ്പോയിന്റ്മെന്റ് അനൗൺസ്മെന്റ് വന്നപ്പോഴേക്കും ഓർഗനൈസേഷന്റെ മൂഡ് ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഇപ്പം മോഹിത് ജോഷി എന്ന് പറയുന്നത് ഇൻഫോസിസിന്റെ എക്സ് പ്രസിഡന്റ് ആണ്. അപ്പോൾ അദ്ദേഹം വലിയ ഡീലുകളൊക്കെ ട്രാക്ക് റെക്കോർഡ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടെക് മഹേന്ദ്രയുടെ 3 ഗ്രോത്ത് ലിവേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പിൻബലത്തിൽ കമ്പനിക്ക് വളരാനും മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും തയ്യാറാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, മീഡിയ, എന്റർടൈൻമെന്റ് വിഭാഗങ്ങളിൽ ക്ലയന്റുകൾക്ക് ഓഫർ മെച്ചപ്പെടുത്തുക. അപ്പം ടെക് മഹേന്ദ്രയ്ക്ക് CME സെഗ്മെന്റിൽ ക്ലയന്റുകളെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അവസരമുണ്ട്. അപ്പം ടെക് മഹേന്ദ്ര എന്ന് പറയുന്നത് ബെസ്റ്റ് IT സർവീസ് കമ്പനികളിൽ ഒന്നാണ്. അപ്പോൾ കമ്പനി ആപ്ലിക്കേഷനുകളുടെ UI അല്ലെങ്കിൽ US രൂപകൽപ്പന ചെയ്തതിലും സെക്യൂരിറ്റി ഫീച്ചറുകളിൽ ചേർക്കുന്നതിലും അതുപോലെ തന്നെ ക്ലയന്റുകൾക്ക് ഫുൾ IT സർവീസ് സ്യൂട്ട് നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. രണ്ടാമത് പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ബിസിനസ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ടെക് മഹേന്ദ്രയുടെ പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ബിസിനസ് വാർഷിക വരുമാനത്തിൽ $500 million കുറവാണ്. പക്ഷേ എന്താണ് ഈ പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ബിസിനസ് എന്നുള്ളത് അറിയേണ്ടത് നമ്മൾ ആദ്യം. അപ്പോൾ ഒരു കമ്പനി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സോഫ്റ്റ്വെയർ മാത്രം പോരാ. അതിൻ്റെ മുകളിൽ അവർക്ക് പല സ്കിൽസും സർവീസും ഒക്കെ വേണം. ലൈക്ക് ഇപ്പോൾ സെയിൽസ്, പേറോൾ, HR ആൻഡ് ഓപ്പറേഷൻസ് ഒക്കെ. പണ്ടൊക്കെ കൂടുതലും കമ്പനികൾ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യുന്ന തൊട്ട് വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഹൗസ് ആയിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇൻഹൗസ് ആയിട്ട് ചെയ്യണോ അതോ ഔട്ട്സോഴ്സിങ് ചെയ്യണോ എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ഓരോ കഴിവിനും ശരിയായിട്ടുള്ള സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇവിടെ ടെക് മഹേന്ദ്രയുടെ പ്ലാറ്റ്ഫോമിൽ കമ്പനികൾക്ക് ടെക്നോളജി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IT സർവീസ് കമ്പനികൾക്കൊക്കെ ഒരുപാട് റോൾ ഔട്ട് ടൈം ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രോസസ്സ് അതുപോലെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഈ റോൾ ഔട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് എടുക്കുന്നത് മുതൽ സർവീസ് ഡെലിവറി ചെയ്യുന്നവരെയുള്ള സമയമാണ്. അപ്പോൾ ടെക് മഹേന്ദ്രയുടെ ഒരു പ്രൊഡക്റ്റാണ് NetOps.ai. അപ്പം ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ക്ലയൻറ്റുകൾക്ക് ഫീൽഡ് സർവീസുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യും. അങ്ങനെ റോൾ ഔട്ട് ടൈം 12 മുതൽ 18 മാസം മുമ്പ് ഉണ്ടായിരുന്ന 5 മുതൽ 7 മാസമായിട്ട് കുറയും. ഫൈനാൻഷ്യൽ 2024 എംപ്ലോയി സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ടെക് മഹേന്ദ്ര പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ബിസിനസ് സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലത്തെ പുതിയ ടെക്നോളജികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും 2022 അതുപോലെ 23 ഫൈനാൻഷ്യൽ ഇയറിൽ. അപ്പം ടെക് മഹേന്ദ്രയ്ക്ക് അവരുടെ പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ബിസിനസ് ഇരട്ടിയിൽ കൂടുതലാക്കണമെന്നുണ്ട്. അതായത് $450 million പെർ ഇയറിൽ നിന്ന് കുറഞ്ഞത് $1 billion അധികം 3 വർഷത്തിനുള്ളിൽ എത്തിക്കണം എന്ന് അവർക്കുണ്ട്. ഇനി മൂന്നാമത് മാർജിൻ ഇംപ്രൂവ്മെന്റ്. അപ്പോൾ ടെക് മഹേന്ദ്രയുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നത് യൂട്ടിലൈസേഷൻ, ലാർജ് ഡീൽ ട്രാൻസിഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അതുപോലെ ക്ലയന്റിലേക്കുള്ള ഹയർ പ്രൈസിംഗിലേക്കാണ്. അപ്പോൾ നൊമൂരയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ടെക് മഹേന്ദ്രയുടെ റവന്യൂ അടുത്ത 3 വർഷത്തിൽ ഏകദേശം 10% വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ടെക് മഹേന്ദ്രയുടെ കീ ഫൈനാൻഷ്യൽ മെട്രിക്സ് ഒക്കെ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റവന്യൂ ഇയർ ഓൺ ഇയർ 10.1% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതിന് 3 മെയിൻ കാരണങ്ങളാണുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡറിൽ ഒന്നായിട്ടുള്ള ടെലിഫോണിക്കയുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അതുപോലെ ക്ലൗഡിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എൻഡ് ടു എൻഡ് ട്രാൻസ്ഫോർമേഷനായ ഫ്യൂച്ചറിലെ ഓപ്പറേഷണൽ സപ്പോർട്ട് സിസ്റ്റം നിർമ്മിക്കാനുള്ള സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് ടെക് മഹേന്ദ്രയെ തിരഞ്ഞെടുത്തു. അപ്പം ടെക് മഹേന്ദ്ര ഡിജിറ്റൽ വെൽനസ് അതുപോലെ ഹെൽത്ത് ടെക്നോളജി കമ്പനിയായിട്ട് 1-ലധികം വർഷത്തെ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്ക് ഓഫീസ് മെഡിക്കൽ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ ഉടനീളം ഗുണനിലവാരമുള്ള ആരോഗ്യ വിവരങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. അപ്പം ടെക് മഹേന്ദ്ര രാജ്യത്തിന്റെ പ്രോപ്പർട്ടി റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഡിജിറ്റ്സ് ചെയ്യുന്നതിനായിട്ട് ഫുൾ ഇന്റഗ്രേറ്റഡ് എൻഡ് ടു എൻഡ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി മഹേന്ദ്രനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ കമ്പനി ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ മൾട്ടിനാഷണൽ ഇൻഫോർമേഷൻ ടെക്നോളജി സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയാണ്. അപ്പോൾ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ ഔട്ട്സോഴ്സിംഗ് സർവീസസ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഗൈഡൻസ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് സർവീസുകളൊക്കെ നൽകുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എംഫസിസ് ലിമിറ്റഡിനെ പറ്റിയാണ്. അപ്പോൾ കറണ്ട് സിനാരിയോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ.
അപ്പോൾ 4 US ബാങ്കുകൾ തകർന്നതിന് ശേഷം ഒരു ആശങ്കയുണ്ടായിരുന്നു, അതായത് ബാക്കിയുള്ള ബാങ്കിങ് ക്ലയൻസ് അവിടെ IT സ്പെൻഡിങ് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യൻ IT ഫേംസിന്റെ വരുമാനത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. US-ലെ ചെറുകിട ബാങ്കുകളായിട്ട് ബിസിനസ് നടത്തിയിരുന്ന എംഫസിസ് പോലുള്ള മിഡ് ക്യാപ് കമ്പനികൾക്ക് ഈ ചെലവ് ചുരുക്കൽ നടപടികളൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മാനേജ്മെന്റ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എംഫസിസിന് സിലിക്കോൺ വാലി ബാങ്ക്, സിഗ്നേച്ചർ ബാങ്ക് അല്ലെങ്കിൽ സിൽവർ ഗേറ്റ് ക്യാപിറ്റലായിട്ട് യാതൊരു ബിസിനസ്സോ എക്സ്പോഷറോ ഇല്ല എന്നുള്ളത്. മാത്രമല്ല US ഡിജിറ്റൽ ബാങ്കിൽ നിന്നുള്ള ബിസിനസ് വളരെ ചെറിയ സിംഗിൾ ഡിജിറ്റ് കോൺട്രിബ്യൂഷൻ മാത്രമേ ഓവറോൾ റവന്യൂയിലേക്കുള്ളൂ. അപ്പോൾ കമ്പനി ഫൈനാൻഷ്യൽ 2023 സ്റ്റേബിൾ റിസൾട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഫൈനാൻഷ്യൽ 2023 ആദ്യ പകുതിയിൽ മാക്രോ ഫാക്ടേഴ്സ് ഒക്കെ വോളറ്റൈലായിരുന്നു. പക്ഷേ കമ്പനി ഇപ്പോഴും അവരുടെ റവന്യൂ 9.7% ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ 2023 ഇയർ ഓൺ ഇയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 6.7%. അപ്പോൾ ജോഗ്രഫിക്കലി US റീജിയണൽ റവന്യൂ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 5.3% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതേസമയത്ത് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കയിൽ 1.4%, ഇന്ത്യയിൽ 3.6% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. പക്ഷേ തുടർച്ചയായിട്ട് ഡാറ്റ എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, അതുപോലെ കസ്റ്റമർ എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് വേർട്ടിക്കൽസിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ റിസ്ക് മാനേജ്മെന്റിൽ സ്പെൻഡിങ് കൂടിയതും കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ 2023 ക്വാർട്ടർ 3 ഇൻട്രസ്റ്റ് റേറ്റ് മൂവ്മെന്റ്സ്, റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ കാരണം സൈക്ലിക്കൽ ഹെഡ്വിൻഡ്സ് ഉണ്ടായി. പക്ഷേ എംഫസിസ് അവർ തിരഞ്ഞെടുക്കപ്പെട്ട സെഗ്മെന്റുകളിൽ സ്ട്രോങ് മാർക്കറ്റ് ഷെയർ, അതുപോലെ തന്നെ വാല്യൂ ഷെയർ ഗെയിനും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 മെയിൻ അപ്ഡേറ്റുകളാണ്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലയന്റുകളിൽ നിന്ന് സാവധാനത്തിലുള്ള തീരുമാനം എടുക്കലാണ്. അപ്പോൾ എംഫസിസിന് US റീജിയണൽ ബാങ്കിലേക്ക് കുറച്ച് എക്സ്പോഷർ ഉണ്ട്. അതിനാൽ ഫൈനാൻഷ്യൽ 2024 ക്ലയന്റുകൾ ബഡ്ജറ്റുകൾ വെട്ടിക്കുറച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായി. എന്നാലും എല്ലാ വർഷവും ഓട്ടോമാറ്റിക് റിന്യൂവൽ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിലവിലുള്ള ക്ലയന്റുകൾ കുറയാനുള്ള സാധ്യതയില്ല. അപ്പോൾ വർദ്ധിച്ച് വർക്ക് ലോഡ് കാരണം ചില ക്ലയന്റുകൾ സമയത്തിന് മുമ്പേ പുതുക്കുന്നു. സോ ഇത് എംഫസിസ് പോലത്തുള്ള കമ്പനിക്ക് അങ്ങേയറ്റം സഹായവും അതുപോലെ പ്രയോജനകരവുമാണ്. രണ്ടാമത്തത് വലിയ ബാങ്കുകളിൽ നിന്ന് നെഗറ്റീവ് സൂചനകളോ ഒന്നുമില്ല. അപ്പോൾ BFSI റീറ്റെയിൽ ബാങ്കിങ്, കൊമേഴ്ഷ്യൽ ബാങ്കിങ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റിൽ എംഫസിസ് കൂടുതൽ സ്ട്രാറ്റജിക് ആണ്. ഇപ്പോൾ JP മോർഗൻ പോലെയുള്ള ക്ലയന്റുകളുടെ ടെക് ബഡ്ജറ്റിൽ വർധന ഒന്നും കാണുന്നില്ല, കാരണം അവർ കൂടുതൽ ഇൻഹൗസ് ആയിട്ടാണ് ചെലവാക്കുന്നത്. അതേസമയത്ത് സിറ്റി ഗ്രൂപ്പ് അവരുടെ ടെക് ബഡ്ജറ്റിൽ 5 മുതൽ 6% കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽസ് ഫാഗോ 7 മുതൽ 8%. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ എംഫസിസിന്റെ റവന്യൂ പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ ഓർഡർ ബുക്ക് ഒക്കെ സ്ട്രോങ് ആണ്. മൂന്നാമത് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ മാനേജ്മെന്റ് വിശ്വസിക്കുന്ന വരുമാനത്തിൽ ഈ തിരിച്ചടി താൽക്കാലികമാണെന്നും അതുപോലെ തന്നെ അടുത്ത 2 ക്വാർട്ടറിനുള്ളിൽ ഗ്രോത്ത് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത് പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ മാനേജ്മെന്റ് 15.2% മുതൽ 16.25% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഭാവിയിൽ ബുള്ളിഷാണ്. കൂടാതെ 2024 ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ ഔട്ട്ലുക്ക് ഔട്ട്ലൈൻ ചെയ്ത് ഇനി നമ്മൾ പറയാൻ പോകുന്ന വെച്ചിട്ടാണ്. അപ്പോൾ സ്ട്രോങ് ഓർഡർ ബുക്ക്, അതുപോലെ തന്നെ റവന്യൂ പൈപ്പ് ലൈൻസ്, ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടുന്നു. അപ്പോൾ മെയിൻ ഇൻഡസ്ട്രി ട്രെൻഡ്സ് ലൈക്ക് ക്ലൗഡ്, ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ കൺസോൾട്ടേഷനിൽ ഫോക്കസ് ചെയ്യുന്നു. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ 2 സ്റ്റോക്കുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും IT സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കണ്ട. അപ്പം നമുക്കിതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.